നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് നേരിയ ശമനമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഞായറാഴ്ച ഒറ്റപ്പെടങ്ങളിൽ നേരിയ മഴ തുടരും. വരും ദിവസങ്ങളിലെ മഴ സാധ്യതാ പ്രവചനങ്ങളിൽ കാലാവസ്ഥാ വകുപ്പ് ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയം ഇന്ന് 14 ജില്ലകളിലും നേരിയ മഴയ്ക്ക് സാധ്യത നിലവിൽ വന്നിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗത്തിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. അതേസമയം സംസ്ഥാനത്ത് ഓഗസ്റ്റ് 13 മുതൽ വീണ്ടും പരക്കെ മഴ സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദത്തിന്റെ ഫലപ്രദമായാണ് കേരളത്തിൽ മഴ പെയ്യുന്നത്. 13-ന് ന്യൂനമർദ്ദം രൂപപ്പെടും. ഇതോടെ ദുർബലമായ മൺസൂൺ വീണ്ടും സജീവമാകും. എന്നാൽ ബംഗാൾ ഉൾക്കടലിന്റെ വടക്ക് ഭാഗത്ത് ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിനാൽ കേരളത്തെ നേരിട്ട് ബാധിക്കില്ല എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. 13 മുതൽ 4-5 ദിവസമാണ് മഴ പ്രതീക്ഷിക്കുന്നത്. ഓഗസ്റ്റ് 6 മുതൽ സംസ്ഥാനത്ത് മഴ കുറഞ്ഞിരുന്നു. 3 ദിവസം കൂടി തെളിഞ്ഞ ആകാശം ആയിരിക്കും. മറ്റ് ജില്ലകളിൽ 7 മുതൽ മാനം തെളിഞ്ഞെങ്കിലും കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കാർമേഘങ്ങൾ മൂടിയ കാലാവസ്ഥയാണ്. ഡൽഹിയിൽ കനത്ത മഴയെ തുടർന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം നഗരത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. 105 വിമാനങ്ങൾ വൈകുന്നതായി എയർപോർട്ട് അധികൃതർ അറിയിച്ചു. 13ഓളം വിമാന സർവീസുകൾ റദ്ദാക്കിയ വിവരവും പുറത്തുവരുന്നുണ്ട്. 12 മണിക്കൂർ തുടർച്ചയായി ഡൽഹിയിൽ മഴ പെയ്തു. റോഡുകളിൽ എല്ലാം വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. വെള്ളക്കെട്ട് മൂലം ഗതാഗത കുരുക്ക് രൂക്ഷമായ സാഹചര്യമാണ്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴ ഇപ്പോഴും ശമനമില്ലാതെ പെയ്യുകയാണ്. എന്തായാലും വിവിധയിടങ്ങളിൽ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഈ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കേന്ദ്ര ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എന്തായാലും ഡൽഹിയിൽ അതിശക്തമായ മഴ തന്നെയാണ് അനുഭവപ്പെടുന്നത്.